കിളികൾ പാടണം, പുതിയ പുലരി കാണണം, കനവു നെയ്യണം, കവിത തെരുവിലുയരണം. ഒരു രാത്രിയിൽ അന്തിച്ചോറും തിന്ന് കിടന്നുറങ്ങിയ ഒരു ജനതയുടെ തകർന്നടിഞ്ഞ സ്വപ്നങ്ങൾക്കുമീതെ ഇനിയും നിങ്ങൾക്ക് എങ്ങനെ മൗനം നടിക്കാൻ കഴിയുന്നു സർക്കാരെ? പാവപ്പെട്ട പട്ടിണിപ്പാവങ്ങളെ ദുരന്തമുഖത്ത് നിന്ന് വീണ്ടും ദുരിതത്തിന്റെ താഴ്ചയിലേക്ക് തള്ളിയിടാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? അഭയമായി മാറേണ്ട അധികാരികൾ മൗനം നടിച്ച് പിണ്ടം വെക്കുമ്പോൾ പാവപ്പെട്ട ജനതയുടെ നിലനിൽപ്പിന് വേണ്ടി നമുക്കൊരുമിച്ച് കൈകോർത്തു നിൽക്കാം. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ കീഴിൽ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ നീതിക്ക് വേണ്ടി വീണ്ടും ശബ്ദമുയർത്തുന്നു. ജൂലൈ 30 അർദ്ധരാത്രിയിൽ അസ്തമിച്ചു പോയ സന്തോഷങ്ങളുടെ നോവും പേറി മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർ നീതിക്ക് വേണ്ടി റേഷൻ കാർഡും ആധാർ കാർഡും സർക്കാരിന് തിരികെ നൽകി പ്രതിഷേധിച്ചുകൊണ്ട് കളക്ടറേറ്റ് ഉപരോധിക്കുന്നു. 2025 മാർച്ച് 13 വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ജനതയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുകയാണ്. കരമുയർത്തണം, കാലുകൾ ചലിക്കണം, കാടുപൂക്കണം, സ്നേഹരാജ്യമുയരണം. ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ഡുപതിയ. ദുരിതബാധിതരോട് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക. ജീവിക്കാൻ ഭവനമില്ലാതെ കടങ്ങൾ തലയിലേറ്റി നടക്കുന്ന ജനങ്ങൾക്ക് എന്തിനാണ് ആധാർ കാർഡും റേഷൻ കാർഡും? ലോക സമൂഹം ആ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി നൽകിയ പണവും സമ്പാദ്യങ്ങളും സർക്കാരെ, അത് നിങ്ങളുടെ ഔദാര്യമല്ല. ഒരു ജനത കൈകോർത്ത കനിവിന്റെയും മനുഷ്യത്വത്തിന്റെയും ഉത്തമ മാതൃകയാണത്. അതിലും നിങ്ങൾ കൈകടത്തലുകൾ നടത്തുമ്പോൾ ഞങ്ങൾ അത് ചോദ്യം ചെയ്യും. ചോദിക്കുന്നത് ഞങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ ഔദാര്യമല്ല. അപരന്റെ വേദനയറിയാൻ കഴിയുന്ന മനുഷ്യരെ, ദുരിതബാധിതരുടെ പരാതികളും ആവശ്യങ്ങളും ഉത്തരവാദിത്തപ്പെട്ടവർ നേരിട്ട് കേൾക്കണമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് 13 വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ നടക്കുന്ന കളക്ടറേറ്റ് പ്രതിഷേധ പരിപാടിയിലേക്ക് നിങ്ങളുടെ മഹനീയ സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ ക്ഷണിക്കുകയാണ്, സ്നേഹപൂർവ്വം ആവശ്യപ്പെടുകയാണ്. ദൂരെ കിഴക്കെത്ര സൂര്യൻ തെളിഞ്ഞാൽ നീറും വിലാപക്കടൽ ശാന്തമാകും. മേലെ നിലാവെത്രയൊന്നിച്ചു ചേർന്നാൽ നാം നട്ട ചെടികൾ പ്രകാശം പരത്തും. ദൂരെ കിഴക്കെത്ര സൂര്യൻ തെളിഞ്ഞാൽ നീറും വിലാപക്കടൽ ശാന്തമാകും.